ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് ഇടുക്കി ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഓണത്തോടനുബന്ധിച്ച് ഇടുക്കിയിൽ നടത്തിയ സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് കുടുംബശ്രീ ഓണച്ചന്തകളിൽ ഉപഭോക്താക്കളുടെ വൻ പങ്കാളിത്തം. ആകെ 9 ദിവസം നടത്തിയ ഓണച്ചന്തകളിൽ നിന്ന് കോടികളുടെ വരുമാനമാണ് ലഭിച്ചത്. ഓണച്ചന്തയോടനുബന്ധിച്ച് ഇടുക്കിയിൽ സപ്ലൈകോ നടത്തിയ ജില്ലാ ഫെയറും താലൂക്ക് ഫെയറുകളും വൻ ഹിറ്റായിരുന്നു. ഇതിലൂടെ ആകെ 1.21 കോടി രൂപയാണ് വരുമാനമുണ്ടായത്. ജില്ലാ ഫെയറിൽ നിന്ന് മാത്രം 7,92,315 രൂപ ലഭിച്ചു. 9 ദിവസമാണ് സപ്ലൈകോ ഓണച്ചന്തകൾ പ്രവർത്തിച്ചത്. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തകൾ 8 ദിവസമാണ് പ്രവർത്തിച്ചത്. 7 ത്രിവേണി സ്റ്റോറുകളിലും 63 സഹകരണ സംഘങ്ങളിലുമാണ് ചന്തകൾ നടത്തിയത്. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായി നടത്തുന്ന സർവീസുകൾ വൻ വിജയത്തിൽ. തൊടുപുഴ ഡിപ്പോയിൽ നിന്ന് നടത്തിയ ഉല്ലാസയാത്രാ സർവീസുകൾ എല്ലാം തന്നെ ജനപങ്കാളിത്തത്തോടെ വിജയകരമായപ്പോൾ ഡിപ്പോയ്ക്ക് മെച്ചപ്പെട്ട വരുമാനം നേടിക്കൊടുക്കാനും ഇത് സഹായകരമായി. വിനോദയാത്രയ്ക്കായി കുറഞ്ഞ നിരക്കിൽ വ്യത്യസ്ത പാക്കേജുകൾ ഒരുക്കുന്നതിനാൽ എല്ലാ സർവീസുകൾക്കും മുൻകൂർ ബുക്കിംഗ് നടത്തി സഞ്ചാരികൾ കാത്തിരിക്കുന്ന സ്ഥിതിയാണ്. ഉല്ലാസക്കപ്പൽ യാത്ര, ജംഗിൾ സഫാരി, കടൽ കായൽ സവാരി, തീർത്ഥാടന കേന്ദ്രങ്ങളിലെ സന്ദർശനം തുടങ്ങി വ്യത്യസ്ത തരം ടൂർ പാക്കേജുകൾ ഉൾപ്പെടുത്തിയുള്ള ഏകദിന യാത്രകളായതിനാൽ സഞ്ചാരികൾക്കും ഏറെ താൽപര്യമാണ്. ഇടുക്കി ജില്ലയിലെ ആദ്യ ടോൾ പ്ലാസയായ ദേവികുളം ടോൾ പ്ലാസയിലൂടെ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് പണം ഈടാക്കി തുടങ്ങി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ലാക്കാട് കുരിശടിക്ക് സമീപമാണ് ദേവികുളം ടോൾ പ്ലാസ നിർമ്മിച്ചിരിക്കുന്നത്. ടോൾ പ്ലാസയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന വാണിജ്യേതര വാഹനങ്ങളുടെ ഉടമസ്ഥർക്ക് 340 രൂപയ്ക്ക് പ്രതിമാസ പാസ് എടുത്ത് ഈ വഴി സഞ്ചരിക്കാം. കാറ്, ജീപ്പ്, മറ്റു ചെറുവാഹനങ്ങൾ എന്നിവയ്ക്ക് 35 രൂപ, മിനി ബസ് 60, ബസ്, ട്രക്ക് എന്നിവയ്ക്ക് 125, ഭാരവാഹനങ്ങൾ 195, 7ൽ കൂടുതൽ ആക്സിലുകളുള്ള വലിയ വാഹനങ്ങൾ 240 രൂപ എന്നിങ്ങനെയാണ് ഒരു വർഷത്തേക്കുള്ള ടോൾ നിരക്ക്. ഇടുക്കിയിൽ ഏലം കർഷകർ നേരിടുന്നത് ചരിത്രത്തിൽ ഇതുവരെയില്ലാത്ത പ്രതിസന്ധി. വേനലിലുണ്ടായ കനത്ത കൃഷിനാശവും തുടർന്നുണ്ടായ കാലവർഷത്തിലെ പ്രതിസന്ധിയും വിലത്തകർച്ചയും വന്യമൃഗശല്യവും കീടബാധയും കൃഷിയെ പിന്നോട്ടടിക്കുകയാണ്. മിക്ക കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റു മേഖലകളിലേക്ക് കടക്കുവാനുള്ള ഒരുക്കത്തിലാണ്. അടിയന്തരമായി ഏലം കർഷകർക്ക് കൈത്താങ്ങൊരുക്കിയില്ലെങ്കിൽ ഇടുക്കിയുടെ ഏലപ്പെരുമ വരും തലമുറയ്ക്ക് പഴങ്കഥയായി മാറുന്ന കാലവും വിദൂരമല്ല. വനം വന്യജീവി വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തേക്കടിയിൽ നടന്നു. ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ കലാമത്സരങ്ങൾ, സെമിനാറുകൾ എന്നിവയും നടത്തി. 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കൃഷിവകുപ്പ് രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിനും കൃഷിവിളകൾ സംരക്ഷിക്കുന്നതിനുമായി പെരിയാർ ഈസ്റ്റ് ഡിവിഷനിൽ നടപ്പാക്കുന്ന പരിപാടികൾക്കും ഇതോടൊപ്പം തുടക്കമായി. രാജ്യമൊട്ടാകെ നടക്കുന്ന സ്വച്ഛതാ ഹി സേവ 2024 ക്യാമ്പയിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടവും ജില്ലാ ശുചിത്വ മിഷനും ചേർന്ന വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചത്. ജില്ലാതലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുമായി വിവിധ ആശയങ്ങൾ ഉൾപ്പെടുത്തി 2362 പരിപാടികൾ നടത്തി. തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ, വാതിൽപ്പടി ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, സ്വച്ഛതാ പ്രതിജ്ഞ, വൃക്ഷത്തൈകൾ നടീൽ, റാലികൾ, ശില്പശാലകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ, ഉത്സവങ്ങൾ, യുവതയുടെ പങ്കാളിത്തത്തോടെയുള്ള പ്രവർത്തനങ്ങൾ, കലാകായിക മത്സരങ്ങൾ, മാലിന്യത്തിൽ നിന്നും കരകൌശല വസ്തുക്കളും ശില്പങ്ങളും നിർമ്മിച്ച് വേസ്റ്റ് ടു ആർട്ട് ഇൻസ്റ്റലേഷനുകൾ, പ്രത്യേക ഗ്രാമസഭകൾ, ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തദ്ദേശ സ്ഥാപന തലത്തിൽ സൃഷ്ടിച്ച ആസ്തികളുടെ ഉദ്ഘാടനം, എക്സിബിഷനുകൾ, ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വഴിയോര കച്ചവടക്കാർക്കും സ്ഥാപന ഉടമകൾക്കും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിൽ സംഘടിപ്പിച്ച പ്രധാന പരിപാടികൾ. പൊതുജന പങ്കാളിത്തവും യുവതയുടെ നേതൃത്വവും സ്വച്ഛതാ ഹി സേവാ പ്രവർത്തനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.